ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയും ദേവികയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. നന്ദനെ കാണാതായതിലുള്ള വിഷമത്തിലാണ് ശാരിയും ദേവികയും. നമ്മളെ കൊണ്ട് നന്ദേട്ടനെ കണ്ടെത്താനാകുമോ ചേച്ചി? തങ്ങളെ കൊണ്ട് നന്ദനെ ഇനി കണ്ടെത്താൻ കഴിയുമോ എന്ന് ശാരി അതീവ ദുഃഖത്തോടെയും ആശങ്കയോടെയും ചോദിക്കുന്നു. ഇത് കേട്ട ദേവിക പറയാണ്, എന്താ ശാരി നീ ഈ പറയുന്നത്? എന്നെക്കാളും ധൈര്യമുള്ള ആളല്ലായിരുന്നോ നീ? നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യം പറ ശാരി, നീ എന്തെങ്കിലും സൂചന അറിഞ്ഞിരുന്നോ? എപ്പോഴും ധൈര്യം കാണിക്കാറുള്ള ശാരി പെട്ടെന്ന് തളർന്ന് സംസാരിക്കുന്നത് കേട്ട് ദേവിക ചോദിക്കുന്നു. ശാരി മറുപടി പറയാണ്, ഞാനൊന്നും അറിഞ്ഞില്ല ചേച്ചി. അതല്ല, ഇത്രയും സമയമായിട്ടും നന്ദേട്ടനെ കുറിച്ച് യാതൊരു അറിവുമില്ല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിലെല്ലാം അന്വേഷിച്ചു നോക്കി. ഇസബെല്ല അറിയാതെ എന്തായാലും നന്ദേട്ടന് യാതൊന്നും സംഭവിച്ചു കാണില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നമുക്കൊരു സൂചന പോലും കിട്ടുന്നില്ലല്ലോ. ഇത് കേട്ട ദേവിക ശാരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, നീ സങ്കടപ്പെടണ്ട. ഞാൻ മാനസികമായി തകർന്നാൽ പോലും എന്നെ സമാധാനിപ്പിക്കേണ്ട ആളല്ലേ നീ. എന്തായാലും അധികം താമസിക്കാതെ നന്ദുവിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല. അടുത്ത രംഗത്തിൽ ഋഷിയും പ്രകാശനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഗുണ്ടകളെ ഉപയോഗിച്ച് നന്ദനെ തല്ലിച്ചതച്ചതിനു ശേഷം ഋഷിയും പ്രകാശനും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ്. ഋഷി സന്തോഷത്തോടെ പറയാണ്, താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ പ്രകാശിന്റെ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പ്രത്യുപകാരം എന്ന രൂപത്തിൽ എന്തു തന്നെ ചോദിച്ചാലും ഞാൻ തരാം. തൻ്റെ കട്ട സപ്പോർട്ടായിട്ട് പ്രകാശൻ നിൽക്കുന്നതിനുള്ള കൂലി എന്ത് വേണം? ഇത് കേട്ട പ്രകാശൻ മറുപടി പറയാണ്, എനിക്ക് മറ്റൊന്നുമല്ല വേണ്ടുന്നത്, പണം. പണമാണ് എനിക്ക് പ്രധാനം. അത് എത്ര വേണം, എത്ര കോടി വേണം എന്നൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് കേട്ട ഋഷി പറയാണ്, എത്ര കോടി തന്നെ ആവശ്യപ്പെട്ടാലും ഞാൻ തരും, അല്ലെങ്കിൽ എൻ്റെ അമ്മ തരും. അത്രമാത്രം പണം ഞങ്ങളുടെ കൈവശമുണ്ട്. പക്ഷേ എനിക്കൊരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. പ്രഭാവതിയും കുടുംബവും തകർന്ന് തരിപ്പണമാകുന്നത് എൻ്റെ കൺമുന്നിൽ കാണണം. ഇത് കേട്ട പ്രകാശം പറയാണ്, എത്ര കോടി വേണമെന്നുള്ളത് എൻ്റെ ബോസ്, അതായത് എനിക്ക് മുകളിൽ മറ്റൊരാളുണ്ട്, അയാൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.